നമസ്കാരം. നാളെ 30-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ FC മത്സരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു രണ്ട് ഫോർമേഷൻ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോവുകയാണ്. ഇതൊരു സാധ്യത 11 കാര്യങ്ങളോ അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇതൊന്നുമല്ല. ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ ഈ ഒരു രണ്ട് ഫോർമേഷനിൽ ഈ ഒരു രീതിയിലും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചിന്തിച്ചുകൂടെ എന്നൊരു ചിന്തയിൽ നിന്നുണ്ടായ ഒരു ഫോർമേഷനാണ്. ഒരു ഫോർമേഷനിലെ രണ്ട് ഫോർമേഷനാണ്. അപ്പോൾ ഞാനിതൊന്നും ഇവിടെ പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് തോന്നുന്നത്, ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ ഇത് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ആദ്യത്തെ ഫോർമേഷൻ 4-4-2 ആണ്. ആസ് യൂഷ്വൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെയാണ്. സെൻറ്റർ ബാക്കായിട്ട് സന്ദീപ് സിംഗും ഹോർമിപ്പാമും ഇത്തവണ അറിയണം. ആൻഡ് റൈറ്റ് ബാക്കായിട്ട് ഐബനും ലെഫ്റ്റ് ബാക്കായിട്ട് നവോച്ച സിംഗും. മിഡ്ഫീൽഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ റൈറ്റ് മിഡ്ഫീൽഡായിട്ട് ഫ്രെഡിയും ലെഫ്റ്റ് മിഡ്ഫീൽഡായിട്ട് നോവ സൊദോയും അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡായിട്ട് എഡ്രിയാൻ ലൂണയും ദൂസൻ ലഗാത്തോറും. ഇനിയുള്ള രണ്ട് ഫോർവേഡുകൾ, ഈ രണ്ട് ഫോർവേഡുകൾ ഒന്ന് നമ്മുടെ ജീസസ് ജിമനസ് ആൻഡ് കോറു സിംഗ്. ഇതാണ് 4-4-2 ഫോർമേഷൻ. ഞാൻ ചിന്തിച്ച കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ. ആൻഡ് നെക്സ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം 4-2-3-1. അപ്പോൾ ഈ 4-2-3-1 എന്ന ഫോർമേഷനിലും എൻ്റെതായ ചില മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാനിതിൽ പറയുന്നത്. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ആൻഡ് സെൻറ്റർ ബാക്കായിട്ട് സന്ദീപ് സിംഗ് ആൻഡ് ഹോർമിപ്പാം. റൈറ്റ് ബാക്ക് ഐബൻ ആൻഡ് ലെഫ്റ്റ് ബാക്ക് നവോച്ച സിംഗ്. രണ്ട് ഡിഫൻസ് മിഡ്ഫീൽഡറായിട്ട് ദൂസൻ ലഗാത്തോർ ആൻഡ് ഡാനിഷ് ഫാറൂഖ്. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡായിട്ട് നമ്മുടെ അഡ്രിയാൻ ലൂണ, റൈറ്റ് വിങ്ങിൽ കോറു സിംഗ്, ലെഫ്റ്റ് വിങ്ങിൽ നോവ സുദോയ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് ജീസസ് ജിമനാസ്. അപ്പോൾ ഇതുപോലെയൊക്കെയാണോ, ഇതിനോട് സാമ്യമായിട്ടാണോ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ നമ്മുടെ TG പുരുഷോത്തമനൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ രണ്ട് ഫോർമേഷനുകൾ കണ്ടിട്ട് ഇതിൽ നല്ല ഫോർമേഷൻ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരു ഫോർമേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു.